നമസ്കാരം. എല്ലാവർക്കും ക്ലാസിക് സ്റ്റഡി സെന്ററിന്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായ സർക്കിൾസിനെ കുറിച്ചാണ്. അതായത് വൃത്തങ്ങൾ, മലയാളത്തിലെ വൃത്തങ്ങൾ. നമ്മൾ 9ാം ക്ലാസ്സിൽ വൃത്തങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. 2 അധ്യായം നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലെ വൃത്തങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇവിടെ അതിന്റെ തുടർച്ചയെന്നോണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, പഠിക്കാനായിട്ട് പോകുന്നു. ഓക്കെ, നമ്മൾ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ വൃത്തത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതില് വൃത്തത്തിന്റെ മധ്യത്തിലുള്ള ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെന്റർ ഓഫ് ദ സർക്കിൾ അല്ലെങ്കിൽ വൃത്ത കേന്ദ്രം എന്ന് പറയും. ഇനി അടുത്ത് നമ്മൾ കുഞ്ഞുനാളിലെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വൃത്ത കേന്ദ്രം മുതൽ, വൃത്തത്തിന്റെ സെന്റർ മുതൽ വൃത്തത്തിലെ ഒരു പോയിന്റ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ്. ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ്. വൃത്തത്തിന്റെ കേന്ദ്രം മുതൽ വൃത്തത്തിലെ ഒരു പോയിന്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ്. ഇനി റേഡിയസ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് എന്താണ്, ഈ ഒരു റേഡിയസിനെ ഈ വൃത്ത സെന്ററിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ഒരു മുഴുവൻ നീളം, അതായത് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൃത്തത്തിലെ 2 പോയിന്റുകൾ യോജിപ്പിക്കുന്നു. പക്ഷേ അത് എവിടെ കൂടെ കടന്നു പോകുന്നു, സെന്റർ ഓഫ് ദ സർക്കിൾ. അതായത് നമ്മൾ യോജിപ്പിക്കുമ്പോൾ വൃത്തത്തിലെ 2 പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കുന്നു. ആ യോജിപ്പിക്കുന്ന വര വൃത്ത കേന്ദ്രത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടി, വൃത്തത്തിന്റെ മധ്യത്തിലുള്ള ആ ഒരു പോയിന്റിനെ നമ്മൾ വൃത്ത കേന്ദ്രം എന്ന് പറയും, അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയും. അതുപോലെ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഒരു പോയിന്റ് വരെയുള്ള ആ ഒരു അകലം, ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ്. അതുപോലെ വൃത്തത്തിലെ ഏതെങ്കിലും 2 ബിന്ദുക്കളെ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്നു. പക്ഷെ ആ വര വൃത്ത കേന്ദ്രത്തിൽ കൂടി പാസ് ചെയ്യുന്നെങ്കിൽ, അതായത് ആ ലൈൻ വൃത്ത കേന്ദ്ര സെന്ററിൽ കൂടി പാസ് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ആ ഒരു ടോട്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. അപ്പൊ ഇനി ഞാൻ വൃത്തത്തിലെ 2 പോയിന്റ്, ഏതെങ്കിലും 2 പോയിന്റ്, പി എന്ന് പറയുന്ന പോയിന്റും ക്യൂ എന്ന് പറയുന്ന 2 പോയിന്റ് ഞാൻ യോജിപ്പിച്ചു. പി എന്ന് പറയുന്ന പോയിന്റും ക്യൂ എന്ന് പറയുന്ന പോയിന്റും നമ്മൾ എന്ത് ചെയ്തു, യോജിപ്പിച്ചു. അപ്പോഴെനിക്ക് ഇവിടെ ഈ പറയുന്ന പി ക്യൂവിനെ ഞാൻ വിളിക്കുന്ന പേരാണ് കോഡ്. മലയാളത്തിൽ പറഞ്ഞാൽ ഞാൺ എന്ന് പറയും. മലയാളത്തിൽ അതിന് പറയുന്ന പേര് ഞാൺ. അപ്പോ ഇത്രയും കാര്യങ്ങൾ, ഡയമീറ്റർ പറഞ്ഞു, കോഡ് പറഞ്ഞു, റേഡിയസ് പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഡയമീറ്റർ, ഈ എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ സർക്കിളിനെ എത്ര പാർട്ടാക്കും, 2 പാർട്ടാക്കും. അതായത് 2 ഈക്വൽ പാർട്ടാക്കും. എ ബിയുടെ മുകളിലുള്ള ഭാഗവും താഴെയുള്ള ഭാഗവും എന്തായിരിക്കും, തുല്യമായിരിക്കും. പക്ഷേ ഇവിടെ പി ക്യു എന്ന് പറയുന്ന കോഡ് ഞാൻ വരയ്ക്കുമ്പോൾ ഇവിടെയും പി ക്യു എന്ന് പറയുന്ന ലൈൻ വൃത്തത്തെ 2 ഭാഗങ്ങളാക്കുന്നുണ്ട്. പി ക്യൂയുടെ മുകളിലേക്ക് വരുന്ന ഈ ഒരു വലിയ ഇത്രയും ഒരു ഭാഗം, ഈ ഒരു ചെറിയൊരു ഭാഗം. പക്ഷേ അത് ഈക്വൽ ആയിട്ടല്ല എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പഠിക്കണം. ഒരു ഡയമീറ്റർ സർക്കിളിനെ 2 പാർട്ടാക്കും, 2 ഈക്വൽ പാർട്ടാക്കും. ഒരു കോഡും സർക്കിളിനെ 2 പാർട്ടാക്കും. പക്ഷെ അതിൽ ഒന്ന് ലാർജ് ആയിരിക്കും, മറ്റൊന്ന് സ്മോൾ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർക്കിളിനെ കുറിച്ച് ഈ അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മൾ ഇനി പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ പാഠഭാഗത്തിലുള്ള കുറെ ടോപ്പിക്സ് നമ്മൾ ഒരുമിച്ച് ഇന്നൊരു ഒറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ന് പറയും. ശ്രദ്ധിക്കാം, നോക്കാം. വൃത്തത്തിലെ 2 പോയിന്റ്, ഇത് സെന്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ ഈ സെന്ററിൽ കൂടെ എന്ത് ചെയ്യുന്നു, ഒരു ഡയമീറ്റർ വരച്ചു. എ ബി എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ ഞാൻ വരച്ചു. ഇനി ഞാൻ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ് ആണ് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നത്. അപ്പൊ എ ബി എന്ന് പറയുന്ന ഡയമീറ്ററിന്റെ 2 ends ആണ് എ ആൻഡ് ബി. ഞാൻ ഈ എയും ബിയും കൂടെ വൃത്തത്തിലെ ഒരു പോയിന്റ്, ഇവിടെ ഞാൻ പി എന്നൊരു പോയിന്റ് എടുത്തു. ഈ ഞാൻ എയും പിയും ആയിട്ട് യോജിപ്പിക്കുന്നു, ബിയും പിയും ആയിട്ട് യോജിപ്പിക്കുന്നു. കണ്ടോ, എയും പിയും ആയിട്ട് യോജിപ്പിച്ചു, ബിയും പിയും ആയിട്ട് യോജിപ്പിച്ചു. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്ന ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇതായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു വൃത്തത്തിലെ ഡയമീറ്ററിന്റെ അറ്റങ്ങൾ, ഡയമീറ്ററിന്റെ എൻഡുകൾ വൃത്തത്തിലെ ഒരു പോയിന്റുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഇതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒറ്റ സെന്റൻസിൽ നിങ്ങൾ പഠിക്കും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. എന്താണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്? അതായത് എ ബി എന്ന് പറയുന്നത് വൃത്തത്തെ 2 സെമി സർക്കിൾ ആക്കുന്നു, അല്ലെ? മുകളിലേക്ക് വരുന്ന ഒരു സെമി സർക്കിൾ, താഴോട്ട് വരുന്ന ഒരു സെമി സർക്കിൾ.
അപ്പോ ഈ ഒരു എയും ബിയും കൂടെ ഞാൻ പിയിൽ യോജിപ്പിച്ചപ്പോ മുകളിലെ സെമി സർക്കിളിൽ ഉണ്ടാക്കിയ കോണാണ് ഈ പറയുന്ന ഈ ആംഗിൾ. ആ ആംഗിൾ എത്ര ഡിഗ്രി ആവുമെന്ന് നമ്മൾ പറഞ്ഞു, 90 ഡിഗ്രി ആയിരിക്കും. സോ അതുകൊണ്ട് എ ബി പി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. നമുക്ക് അറിയാവുന്നത് പോലെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ട്രയാംഗിളിനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒറ്റ സെന്റൻസിൽ നമ്മൾ പറയും ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. നിങ്ങളുടെ പുസ്തകത്തിലെ ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അപ്പൊ നമ്മളിവിടെ ഈ പോയിന്റ് വൃത്തത്തിലാണ് എങ്കിലുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ എന്താണ് പി എന്ന്, അതായത് ഡയമീറ്ററിന്റെ എൻഡുകളെ യോജിപ്പിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് സർക്കിളിലാണ്, ഓൺ ദ സർക്കിൾ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ആവുമെന്ന് വെക്കാം. പി എന്ന് പറയുന്ന പോയിന്റ് നമ്മളിപ്പോ ഒരു സർക്കിൾ വരയ്ക്കുന്നു, അതിന്റെ ഡയമീറ്ററുകളെ യോജിപ്പിക്കുന്നു. ഇത് എ ബി ആണ്. ഞാൻ ഈ ഒരു പോയിന്റ് ഔട്ട്സൈഡിലാണ്, കണ്ടോ, ഡയമീറ്ററിന്റെ അറ്റങ്ങൾ യോജിപ്പിച്ച പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്, വൃത്തത്തിന്റെ പുറത്താണ്. ഇനി നമ്മൾ അവിടെ ഒരു പുതിയ കാര്യം പഠിക്കാൻ പോകുന്നത്, ഒരു ഡയമീറ്ററിന്റെ അറ്റങ്ങൾ യോജിപ്പിക്കുന്ന ബിന്ദു വൃത്തത്തിന്റെ പുറത്താണെങ്കിൽ, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ, അവിടെ ഉണ്ടാവുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ആയിരിക്കും, 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച എന്താണ്, ഡയമീറ്ററിന്റെ അറ്റങ്ങൾ വൃത്തത്തിലാണെങ്കിൽ, ഓൺ ദ സർക്കിൾ ആണെങ്കിൽ അവിടുത്തെ ആംഗിൾ ഈക്വൽ ടു 90 ആയിരിക്കും. ഇപ്പൊ പഠിച്ച എന്താണ്, ഡയമീറ്ററിന്റെ അറ്റങ്ങൾ യോജിപ്പിക്കുന്ന പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ എന്തായിരിക്കും, ലെസ് ദാൻ 90 ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഓൺ ദ സർക്കിൾ പറഞ്ഞു, ഔട്ട്സൈഡ് ദ സർക്കിൾ പറഞ്ഞു. ഇനി നമ്മൾ എന്തും കൂടെ പറയണം, ഇൻസൈഡ് ദ സർക്കിളിന്റെ കാര്യം കൂടെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഒരു സർക്കിൾ വരയ്ക്കുന്നു. എന്താണ്, എ ബി എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ ഞാൻ വരച്ചു. പോയിന്റ് ഔട്ട്സൈഡ് ആണ്, കണ്ടോ, പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്, ഔട്ട്സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. ഇപ്പൊ 3 കേസ്, അത് മൂന്നായിട്ട് തന്നെ പഠിക്കുക. ഡയമീറ്ററിന്റെ അറ്റങ്ങൾ യോജിപ്പിക്കുന്ന പോയിന്റ് ഓൺ ദ സർക്കിൾ ആണെങ്കിൽ 90 ഡിഗ്രി, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി, ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. സാധാരണ പബ്ലിക് എക്സാമിന് കഴിഞ്ഞ വർഷത്തെ, ഇപ്പോ ഈ 2020 2019 ചോദിച്ച പബ്ലിക് എക്സാമിന് ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ ഈ ഒരു 90 ഡിഗ്രി നിങ്ങൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ കണക്കുകൾ, മിക്കവാറും ഒക്കെ കണക്കുകളിൽ നിങ്ങൾക്ക് ഈ 90 ഡിഗ്രി ആവശ്യമായിട്ട് വരും. അപ്പൊ അത് മറക്കരുത്. ഒരിക്കൽ കൂടി, ഡയമീറ്ററിന്റെ എൻഡ് യോജിപ്പിക്കുന്ന പി എന്ന് പറയുന്ന പോയിന്റ് ഓൺ ദ സർക്കിൾ ആണെങ്കിൽ 90 ഡിഗ്രി, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി, ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഞാനൊരു കോഡ് വരയ്ക്കുന്നു. ഇപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു കോഡ് ഞാൻ വരച്ചു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ എ ബി എന്ന് പറയുന്ന കോഡ് സർക്കിളിനെ 2 പാർട്ടാക്കും, ഒരു അപ്പർ പാർട്ട്, ഒരു ലോവർ പാർട്ട്. ഇതിനകത്ത് ഒരു വലിയൊരു സെമി സർക്കിൾ ഉണ്ട്, ഒരു വലിയൊരു ആർക്കും ഉണ്ട്, ഒരു ചെറിയൊരു ആർക്കും ഉണ്ട്. അപ്പൊ ഞാൻ ഈ എ ബി എന്ന് പറയുന്ന കോഡിനെ സെന്ററിലോട്ട് യോജിപ്പിക്കുകയാണ്, എ ബിയും അതിന്റെ കേന്ദ്രത്തിലോട്ട് യോജിപ്പിക്കുക. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഞാൻ അതിന് എന്തെടുക്കുന്നു, സി എന്നെടുക്കുന്നു. സെൻട്രൽ ആംഗിൾ ആയതുകൊണ്ട് അതിനെ സി എന്നെടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ എടുക്കാം. ഞാൻ സെൻട്രൽ ആംഗിൾ ആയതുകൊണ്ട് അതിനെ സി എന്നെടുക്കും. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഒരു പുതിയൊരു കാര്യം നമ്മൾ പഠിക്കും. ഈ എ ബി എന്ന് പറയുന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സി ആണെങ്കിൽ, ഈ എ ബി എന്ന് പറയുന്ന കോഡ് അതിന്റെ ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയാമോ, സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും. മനസ്സിലായോ? അതായത് എ ബി എന്ന് പറയുന്ന കോഡ് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് സി ആണെങ്കിൽ, അത് അതിന്റെ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ C/2, അതായത് സെന്റർ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വളരെ പ്രധാനപ്പെട്ടത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഒരിക്കൽ കൂടി, എ ബി എന്ന് പറയുന്ന കോഡ് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ സി ആണെങ്കിൽ അതിന്റെ ആർക്കിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, C/2 ആയിരിക്കും. ഓക്കെ, നമുക്ക് അപ്പൊ ഇനി ഒരു കാര്യം കൂടെ പഠിക്കാനുള്ളത്, ഞാനൊരു സർക്കിൾ വരച്ചു, ഒരു കോഡ് വരച്ചു. ഇപ്പോ 2 ഭാഗമാക്കി. ഈ എ ബി എന്ന് പറയുന്ന കോഡ് വൃത്തത്തെ 2 ഭാഗങ്ങളാക്കി. ഞാൻ ഇവിടെ ഈ എ ബിയുടെ എയും ബിയും തമ്മിൽ വൃത്തത്തിന്റെ ഏതൊരു പോയിന്റുമായിട്ട് യോജിപ്പിച്ചാലും എനിക്ക് ഇവിടെ കുറെ ആംഗിൾസ് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോ
പി എന്നൊരു പോയിന്റ് എടുത്തു, ഇവിടെ ക്യൂ എന്നൊരു പോയിന്റ് എടുത്തു, ഇവിടെ ആർ എന്നൊരു പോയിന്റ് എടുത്തു, ഇവിടെ എസ് എന്നൊരു പോയിന്റ് എടുത്തു. ഞാൻ ഈ എ ബിയും ക്യൂ ആയിട്ട് യോജിപ്പിക്കുന്നു, അടുത്ത് ആറുമായിട്ട് യോജിപ്പിക്കുന്നു, അടുത്ത എസുമായിട്ട് യോജിപ്പിക്കുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഒരേ വൃത്തഖണ്ഡത്തിൽ ഉണ്ടാക്കുന്ന കോണെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഒരു കോഡ് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദ ആംഗിൾ മെയ്ഡ് ബൈ എനി കോഡ് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. ദ ആംഗിൾ മെയ്ഡ് ബൈ എനി കോഡ് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. ഇനി അടുത്ത് നമ്മൾ ഒരു കാര്യം, അപ്പൊ അതായത് നമ്മൾ ഇവിടെ എക്സ് എന്നൊരു ആംഗിൾ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാം എന്തായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. ഇവിടെ എല്ലാം എക്സ് എന്നായിരിക്കും. ഈ എക്സ് എന്ന് പറയുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അവിടെ ഏത് ആംഗിൾ ഇപ്പൊ 60 ആണെങ്കിൽ ഇതെല്ലാം എന്തായിരിക്കും? 60 ആയിരിക്കും. 20 ആണെങ്കിൽ ഇതെല്ലാം 20 ആയിരിക്കും. ഇനി ഇതേമാതിരി ഞാൻ താഴോട്ട്, ഇതിപ്പം മുകളിലത്തെ ആർക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഞാൻ താഴോട്ട് വരയ്ക്കുകയാണ്. ഇവിടെ വരച്ചാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. കണ്ടോ, ഈ ആംഗിൾ എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഞാൻ ഇത് y ഡിഗ്രി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും? y ഡിഗ്രി തന്നെയായിരിക്കും. ഇവിടെ എവിടെ യോജിപ്പിച്ച് വരച്ചാലും ഈ ആംഗിൾ എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോ ഒരു സർക്കിളിന്റെ കോഡ് അതിന്റെ ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കണം. ഒരു കാര്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. നോക്കുക, നമുക്കിവിടെ കുറെ ആംഗിൾസ് ഉണ്ടല്ലോ. ഇവിടെ ഒരു 4 ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു 3 ആംഗിൾ ഞാനിപ്പോ വരച്ചു. ഇതിലേതെങ്കിലും ഒരു പെയർ ഞാൻ എടുക്കുവാണ്. ഒരു പെയർ എന്ന് പറയുന്നത് രണ്ടെണ്ണം, മുകളിലത്തെ ഒരു ആംഗിൾ താഴത്തെ ഒരു ആംഗിൾ കൂടെ ഒരു ജോഡി ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ്. എടുത്ത് ഞാൻ ഇത് മാറ്റി ഇങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വരയ്ക്കാം. ഇത് എ ബി എന്ന്, അതേ ഫിഗറിന് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണെ. എ ബി എന്ന് പറയുന്നത് അതിൽ ഒരു പെയർ മാത്രമേ എടുത്തുള്ളൂ. മുകളിലേക്ക് ഒരെണ്ണം, താഴേക്ക് ഒരെണ്ണം. കണ്ടോ, ഇതുപോലൊരു ആംഗിൾ. അപ്പൊ മുകളിലത്തെ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? എക്സ് ഡിഗ്രി ആണെന്ന് പറയും. താഴത്തെ ഒരു ആംഗിൾ ഏതാണെന്ന് പറഞ്ഞു? വൈ ആണെന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു അത്യാവശ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം, ഈ എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 കിട്ടണം. കണ്ടോ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്ര കിട്ടണം? 180 കിട്ടണം. അതായത് ഒരു കോഡിന്റെ രണ്ട് ആർക്കിലും ഉണ്ടാക്കുന്ന ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. ഇനി ഇത് സാധാരണ ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഈ ഒരു സെക്ഷനകത്തുനിന്ന് ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുമാതിരി ഇത് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ആദ്യമേ ഒരിക്കൽ കൂടി, എ ബി എന്ന് പറയുന്ന കോഡ് അതിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ സി ആണെങ്കിൽ അതിന്റെ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? C/2 ആയിരിക്കും. ഇനി അതുപോലെ ഇപ്പൊ എ ബി എന്ന് പറയുന്ന കോഡ് ഒരു സൈഡ്, അതായത് ഒരു ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ നാം താഴോട്ടും അതുപോലെ പറഞ്ഞു. ഇനി ഒരു ജോഡി ആർക്കിലുണ്ട്, അതായത് മുകളിലത്തെ ആർക്കിൽ ഉണ്ടാക്കുന്ന കോണും താഴത്തെ ആർക്കിൽ ഉണ്ടാക്കുന്ന കോണും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 180 വരണം. അതായത് ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഇവിടെ 50 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ചോദിച്ചാൽ നിങ്ങൾ എത്ര എഴുതും? 180യിൽ നിന്ന് 50 എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. സോ നമുക്കിവിടെ 130 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ആംഗിൾസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം. ഞാൻ ഈ വൃത്തത്തിലെ ഒരു 4 പോയിന്റ് മാർക്ക് ചെയ്യാണ്. പി, ക്യൂ, ആർ, എസ്. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുകയാണ്. കണ്ടോ, എനിക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടി. ഈ ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേക ഒരു പേരൊക്കെ ഉണ്ട്, നമ്മളിപ്പോ പറയുക പേരൊക്കെ. അപ്പോ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 പോയിന്റ്സും ഓൺ ദ സർക്കിൾ ആണ്. ഈ 4 വെർട്ടിസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഓൺ ദ സർക്കിൾ. അതായത് ഞാനൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചപ്പോ അതിന്റെ 4 മൂലകളും സർക്കിളിലായി. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വാഡ്രിലാറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ ഒരു ക്വാഡ്രിലാറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതായത് ഈ 4 vertices of a quadrilateral is on the circle, then the quadrilateral is called cyclic quadrilateral. അപ്പോ നിങ്ങൾ ഇനി ഓർക്കുക, ഏതൊരു ക്വാഡ്രിലാറ്ററിന്റെ 4 vertices on the circle, ആ പോയിന്റ് എന്ന് പറയുന്നത് സർക്കിളിലായിരിക്കണം. സർക്കിളിന് പുറത്താവാനും പാടില്ല, സർക്കിളിന് അകത്താവാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ക്വാഡ്രിലാറ്ററിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. നമ്മൾ അത് നമുക്ക് ഇവിടെ പ്രാധാന്യമില്ല. പക്ഷേ നമ്മൾ ഇനി ഇതിനകത്ത് ഒരു കാര്യം പറയും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കുക, ഞാൻ ഇതിന്റെ ഈ എസും ക്യൂ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, നമുക്കറിയാം. ഈ പിയും ആറും എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ തമ്മിൽ കൂട്ടുമ്പോൾ, ഞാൻ ഇത് എക്സ് എന്ന് എടുത്തു, ഇത് വൈ എന്ന് എടുത്തു. അങ്ങനെയെങ്കിൽ ഈ എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടണം?
180 കിട്ടണം. എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണോടെ? 180 കിട്ടണം. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 കിട്ടണം. രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും. നമ്മൾ പറയും സപ്ലിമെന്ററി. മലയാളത്തിൽ നമ്മൾ അതിനെ പറയുന്നത് അനുപൂരകം. അപ്പൊ നമുക്കിത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? The opposite angles of a cyclic quadrilateral is supplementary. The opposite angles of a cyclic quadrilateral is supplementary. പറയാൻ കാര്യം എന്താണ്? രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ ഇത് എക്സും വൈയും കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 180 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് എയും ഇത് ബിയും ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ? എയും ബിയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വന്നേ പറ്റുള്ളൂ. കാരണം എന്താണ്ട് നമുക്ക് ഈ 4 കോണും കൂടെ കൂട്ടുമ്പോൾ 360 വരണം. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ക്വാഡ്രിലാറ്ററിന്റെ ടോട്ടൽ ആംഗിൾസ് എന്ന് പറയുന്നത് സം എന്ന് പറയുന്നത് നമുക്ക് 360 ആയിരിക്കും. കണ്ടോ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 വന്നു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര വരാവും? 180 വരാവും. ഇത് എനിക്ക് കൂട്ടി നോക്കാം. 180 + 180 = 360 എന്ന് നമുക്ക് കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ അത് സൈക്ലിക് ആണെങ്കിൽ, ഒരു ക്വാഡ്രിലാറ്ററൽ അത് സൈക്ലിക് ആണെങ്കിൽ, ഇനി എങ്ങനെ അത് സൈക്ലിക് ആണെന്ന് നമ്മൾ നോക്കും. 4 വെർട്ടിസസും ഓൺ ദ സർക്കിൾ ആണെങ്കിൽ അത് സൈക്ലിക് ആണ്. ഇനി സൈക്ലിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരും? നമുക്ക് 180 വരും. നമ്മൾ അതിന് എങ്ങനെ സെന്റൻസിൽ പറയും? The opposite angles of a cyclic quadrilateral is supplementary. Supplementary means കണ്ടോ, രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടി? 180. So angles are supplementary. ഇനി അപ്പൊ നമ്മൾ എന്താണ് അങ്ങോട്ട് പോകണം. ഇനി നമുക്ക് ഇതിനെ തിരിച്ചു പറയാം. നോക്കുക, ഞാനൊരു ക്വാഡ്രിലാറ്ററൽ ഇവിടെ വരച്ചു. ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. നിങ്ങളടുത്ത് പറയുകയാണ് ഈ ക്വാഡ്രിലാറ്ററൽ ഞാൻ എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഇത് ഒരു പിന്നെന്താണ് ഒരു എസ് ഡിഗ്രി, ഇതൊരു ടി ഡിഗ്രി, ഇതൊരു എസ് ഡിഗ്രി, ഇതൊരു ടി ഡിഗ്രി. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എസും ടിയും കൂടെ കൂട്ടുമ്പോൾ 180 ആണ്. എസും ടിയും കൂടെ കൂട്ടും, എസ് ഡിഗ്രിയും ടി ഡിഗ്രിയും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 180 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. അതായത് സൈക്ലിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ആയിരിക്കും. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് ഇതിന്റെ 4 വെർട്ടിസസിൽ കൂടെ കടന്നു പോകുന്ന സർക്കിൾ എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. ഇപ്പോ ചുരുക്കി പറഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്ററൽ അത് സൈക്ലിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. പരീക്ഷയ്ക്ക് മിക്കവാറും ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി അടുത്ത സർക്കിൾ എന്ന അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ ഇതൊരു വൃത്തമുണ്ട്. ഈ വൃത്തത്തിനകത്ത് രണ്ട് കോഡ് പരസ്പരം എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്നു. പരസ്പരം എന്ത് ചെയ്യുന്നു? ഇന്റർസെക്ട് ചെയ്യുന്നു. പരസ്പരം ഇന്റർസെക്ട് ചെയ്ത രണ്ട് കോഡ്. ഇവിടെ ഈ എ ബി എന്ന് പറയുന്ന കോഡ് രണ്ട് പാർട്ടാണ്. എ പി എന്ന ഒരു പാർട്ട്, പി ബി എന്ന് പറയുന്ന മറ്റൊരു പാർട്ട്. അതേപോലെ സി ഡി എന്ന് പറയുന്ന കോഡും രണ്ട് പാർട്ടാണ്. സി പി എന്ന് പറയുന്ന ഒരു പാർട്ട്, പി ഡി എന്ന് പറയുന്ന ഒരു പാർട്ട്. നമ്മളിവിടെ ഒരു റിലേഷൻ പഠിക്കും, ഒരു ബന്ധം. ഈ 4 പാർട്ട്, അതായത് നോക്കുക, 1 2 3 4 പാർട്ടുണ്ട്. അതായത് ഈ ലൈൻസിന്റെ ആണ് ഞാൻ പറയുന്നത്. ഈ ഒരു 4 പാർട്ടും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. ആ റിലേഷൻ അങ്ങ് എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഫോർമുല കാണാതെ പഠിക്കരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സിന് പകരം വേറെ പല ലെറ്റേഴ്സ് ആയിരിക്കും തന്നിട്ടുള്ളത്. അതല്ലാതെ ഇതേ ലെറ്റേഴ്സ് തന്നെ മാറി മാറി തന്നിരിക്കും. അപ്പൊ നമ്മൾ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം വരും. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കി പഠിക്കുക. നോക്കുക, ഒന്നാമത്തെ കോഡിന്റെ 2 പാർട്ടിന്റെ പ്രോഡക്റ്റ് എന്താണ്? ഒന്നാമത്തെ കോഡിന്റെ 2 പാർട്ടിന്റെ പ്രോഡക്റ്റ്. അതായത് ഇവിടെ ഏതൊക്കെ വരും? അപ്പോ എ പി ഇൻറ്റു രണ്ടാമത്തെ പാർട്ട് ഏതാണ്? പി ബി എന്ന് പറയുന്നത് അടുത്ത കോഡിന്റെ 2 പാർട്ടിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈക്വൽ ടു, ഇവിടെ എന്താണ് ആദ്യത്തെ പാർട്ട്? സി പി, രണ്ടാമത്തെ പാർട്ട് പി ഡി. ദാറ്റ് ഈസ് സി പി ഇൻറ്റു പി ഡി. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? സി പി ഇൻറ്റു പി ഡി. അതായത് ഒരു വൃത്തത്തെ 2 കോഡ് പരസ്പരം എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്നു. പരസ്പരം ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 4 പാർട്ട് ഉണ്ടാവും. ഈ 4 പാർട്ടും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞത്. എന്താണ്? ഒന്നാമത്തെ കോഡിന്റെ 2 പാർട്ടും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കോഡിന്റെ 2 പാർട്ടും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മുടെ തന്നിട്ടുള്ള ഫിഗർ അനുസരിച്ച് ഫോർമുല എ പി ഇൻറ്റു പി ബി സമം സി പി ഇൻറ്റു പി ഡി. വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ രണ്ട് കോഡുകൾ എങ്ങനെ പോകുന്നു, എങ്ങനെയെങ്കിലും ബൈസെക്ട് ചെയ്യുന്നു, സോറി ബൈസെക്ട് അല്ല, എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ മറ്റൊരു കാര്യം ഈ ഒരു ഫോർമുല തന്നെ വേറൊരു രീതിയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാം. ഒരു സർക്കിള്, ഇതിന്റെ ഒരു ഡയമീറ്റർ, ഇതൊരു ഡയമീറ്റർ ആണ് കേട്ടോ, ഇതൊരു ഡയമീറ്റർ ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കോഡ് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. എന്താണ്, ഒരു വൃത്തത്തിന്റെ അതിന് ഞാൻ എന്ത് കൊടുക്കുന്നു, എ ബി, ഇതിന് പി എന്ന് കൊടുക്കുക, ഇതിന് സി ഡി എന്ന് കൊടുക്കുക. നോക്കുക, ഒരു വൃത്തത്തിന്റെ ഡയമീറ്ററും ഒരു കോഡ് പരസ്പരം പെർപെൻഡിക്കുലർ ആണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. കോഡ് ആൻഡ് ഡയമീറ്റേഴ്സ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഈ ഫോർമുല എന്താണ്, നമുക്കെന്താണ്, രണ്ട് കോഡ്, ഞാൻ പറയുന്നു ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു കോഡാണ് അല്ലേ. അപ്പൊ നമ്മൾ ഈ പഠിച്ച അനുസരിച്ച് ഇവിടെ എങ്ങനെ വരും, ഇതും ഒരു കോഡാണ്, ഇതും ഒരു കോഡാണ്. നമ്മളെ റിലേഷൻ എങ്ങനെ വരും, എങ്ങനെ വരും, എ പി ഇൻറ്റു പി ബി. നോക്കുക, ഈ ഒരു പാർട്ടും ഈ ഒരു പാർട്ടും. അപ്പോ എ പി ഇൻറ്റു പി ബി സമം ഇവിടെ എങ്ങനെ വരും, സി പി ഇൻറ്റു പി ഡി, സി പി ഇൻറ്റു പി ഡി. പക്ഷേ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ഡയമീറ്ററും ഒരു കോഡും പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ഡയമീറ്റർ ആ കോഡിനെ എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും. അതായത് ഈ ഭാഗവും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, നോക്കുക, ഒരു സർക്കിളിന്റെ ഇതൊരു കോഡാണ്. നമ്മൾ സെന്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഭാഗവും എന്തായിരിക്കും, ഇവിടെ ഈക്വൽ ആയിരിക്കും. ആ കോഡിനെ എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും. ഇനി അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് സി പി ഇൻറ്റു പി ഡിക്ക് പകരം സി പി ഇൻറ്റു സി പി എന്ന് എഴുതാമല്ലോ. സി പി തന്നെ ആയിരിക്കുമല്ലേ ഈ പി ഡിക്ക് പകരം. അപ്പൊ ഞാൻ ഈ ഫോർമുല എങ്ങനെ കൊടുക്കും, എ പി ഇൻറ്റു പി ബി സമം സി പി ഇൻറ്റു പി ഡിക്ക് പകരം ഞാൻ സി പി കൊടുക്കും, ദാറ്റ് ഈസ് സി പി. ഇതിനെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇവിടെ എഴുതുവാണ്, ഇതിന്റെ ബാക്കി ഇവിടെ എഴുതുവാണേ. എ പി ഇൻറ്റു പി ബി സമം സി പി ഇൻറ്റു സി പി നമ്മൾ എങ്ങനെ എഴുതും, സി പി സ്ക്വയർ. വെരി 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 ഇമ്പോർട്ടന്റ്. എ പി ഇൻറ്റു പി ബി സമം സി പി സ്ക്വയർ. അത് എങ്ങനെയാണെങ്കിൽ കോഡും ഡയമീറ്ററും പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിലേഷൻ എ പി ഇൻറ്റു പി ബി സമം സി പി സ്ക്വയർ. ഇനി എങ്ങനെയെങ്കിലും രണ്ട് കോഡ്, അത് ഡയമീറ്റർ അല്ലാത്ത രണ്ട് കോഡുകൾ പരസ്പരം എന്താണ് ഇന്റർസെക്ട് ചെയ്താൽ എങ്ങനെയാണ് റിലേഷൻ, എ പി ഇൻറ്റു പി ബി സമം സി പി ഇൻറ്റു പി ഡി. ഇനി രണ്ട് കോഡ്, അതിൽ ഒന്ന് ഡയമീറ്റർ ആണ്, ഡയമീറ്റർ കോഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് റിലേഷൻ, എ പി ഇൻറ്റു പി ബി സമം സി പി സ്ക്വയർ. ഇത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഈ രണ്ട് ഫോർമുലയും അതിന്റെ റിലേഷൻ അനുസരിച്ച്, അതിന്റെ ഫിഗർ അനുസരിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോ ഇതോടുകൂടി നമ്മുടെ സർക്കിളില് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കണ്ടന്റ് എല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സർക്കിള്. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു പാഠമാണ് നമ്മുടെ സർക്കിള്. അപ്പോ നിങ്ങൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിന് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.